നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. നിമിഷപ്രിയയുടെ ശിക്ഷ, ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രം. നിപ 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. പഹൽഗാമിൽ സുരക്ഷാ പാളിച്ച സംഭവിച്ചതായി തുറന്നു പറഞ്ഞ് ലഫ്റ്റനന്റ് ഗവർണർ. ജയലളിതയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശിനി രംഗത്ത്. ഇന്ത്യൻ പീപ്പിൾ ടിവിയും ഹോം ബേക്കേഴ്സ് അസോസിയേഷനും സംയുക്തമായി പായസം മത്സരം സംഘടിപ്പിക്കുന്നു. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സിതാര ഓഡിറ്റോറിയത്തിലാണ് മത്സരവേദി. മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവർ 9456235680 9544087272 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. നിമിഷപ്രിയയുടെ ശിക്ഷ, ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയയ്ക്കായി ഇടപെടുന്നതിൽ പരിമിതികളുണ്ടെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഹർജിയിൽ നൽകിയ വിശദീകരണത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതറിയിച്ചത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് നൽകുന്ന ദയാധനം സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവരാണെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. സുപ്രീം കോടതി കേസ് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിലാണ് നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി 16-ന് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിനിടെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും കത്തയച്ചു. സുന്നി നേതാവ് AP അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെടാൻ ശ്രമം ആരംഭിച്ചു. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീളുമായി ബന്ധപ്പെട്ടാണ് ശ്രമങ്ങൾ. ഇദ്ദേഹം മുഖേന ഉത്തര യമൻ ഭരണകർത്താക്കളുമായി കാന്തപുരം സംസാരിച്ചു. യമനിലേക്ക് പോയ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി മകളെ ജയിലിൽ ചെന്ന് കണ്ടിരുന്നു. പ്രേമകുമാരി മകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുമായി യമനിൽ തുടരുകയുമാണ്. നിപ 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നിപ വീണ്ടും സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. പനി, മസ്തിഷ്ക ജ്വരം എന്നിവ റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം. പുറമെ ആശുപത്രി സന്ദർശനം നിയന്ത്രിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട്. ചികിത്സയിലുള്ളവരെ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗിക്കൊപ്പം സഹായിയായി ഒരാൾ മാത്രമേ പാടുള്ളൂ. ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ പ്രവർത്തകരും മാസ്ക് ധരിച്ചിരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ച മരണപ്പെട്ട പാലക്കാട് കുമരംപുത്തൂർ ചങ്ങലേരി സ്വദേശിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ്. 46 പേരെയാണ് ഇതേവരെ കണ്ടെത്തിയത്. ലഭ്യമായ വിവരങ്ങൾ വെച്ച് റൂട്ട് മാപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. ഇയാൾ കൂടുതലും KSRTC ബസ്സുകളിലാണ് യാത്ര ചെയ്തതായി വിവരം ലഭിച്ചിട്ടുള്ളത്. മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് കൂടുതൽ അന്വേഷണങ്ങൾ തുടരുകയാണ്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കും. പഹൽഗാമിൽ സുരക്ഷാ പാളിച്ച സംഭവിച്ചതായി തുറന്നു പറഞ്ഞ് ലഫ്റ്റനന്റ് ഗവർണർ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദയാത്രികർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ സുരക്ഷാ പാളിച്ചയുണ്ടായി എന്ന് സമ്മതിച്ച് ലഫ്റ്റനന്റ് ഗവർണർ. വിനോദസഞ്ചാരികളെ ഭീകരർ ലക്ഷ്യം വെക്കില്ലെന്ന് കരുതിയിരുന്നതിനാൽ പ്രദേശത്ത് സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. നിഷ്കളങ്കരായ മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നതായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു. ആക്രമണം നടന്ന സ്ഥലം തുറസായൊരു മൈതാനമായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിൽക്കാനുള്ള മുറിയോ സൗകര്യമോ അവിടെ ഇല്ലെന്നും ലഫ്റ്റനന്റ് ഗവർണർ അഭിപ്രായപ്പെട്ടു. ഭീകരാക്രമണം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷമാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ തുറന്നു പറച്ചിൽ. സുരക്ഷാ വീഴ്ച വലിയ ചർച്ചയും വിവാദവുമായിരുന്നു. ജയലളിതയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശിനി രംഗത്ത്. ജയലളിതയുടെ മരണത്തിന് പിന്നിൽ ശശികലയും മന്നാർഗുഡി മാഫിയയുമാണെന്ന് ആരോപിച്ചും താൻ MGRന്റെയും ജയലളിതയുടെയും മകളാണെന്നും അവകാശപ്പെട്ട് തൃശൂർ സ്വദേശിനി രംഗത്ത്. ജയലളിതയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഇവർ ചീഫ് ജസ്റ്റിസിനെ കാണാൻ സുപ്രീം കോടതിയിലെത്തി. സുനിത എന്ന സ്ത്രീയാണ് രംഗത്ത് വന്നത്. ജയലളിതയെ കൊലപ്പെടുത്തിയവരെ കണ്ടെത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. MGRന്റെ വേലക്കാരനാണ് തന്നെ വളർത്തിയതെന്നും അവർ തന്നെ തിരിച്ചറിഞ്ഞിരുന്നതായും താൻ അവരെ പോയി കാണാറുണ്ടായിരുന്നുവെന്നും സുനിത പറയുന്നു. ശശികല ജയലളിതയെ ഉപദ്രവിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഭയം കാരണമാണ് ഇത്രയും കാലം പുറത്തു പറയാതിരുന്നതെന്നുമാണ് സുനിതയുടെ വാദം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാൻശു ശുക്ല ഇന്ന് ഭൂമിയിലേക്ക് മടക്കയാത്ര ആരംഭിക്കും. ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ല 14 ദിവസം നീണ്ടുനിന്ന ദൗത്യത്തിന് ശേഷം ഇന്ന് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കും. ശുഭാൻശുവിനോടൊപ്പം ആക്സിയം 4 ദൗത്യത്തിലെ മറ്റ് 3 പേരും മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 4:30
അൺഡോക്കിംഗ് നടപടികൾ ആരംഭിക്കുക. നാളെ വൈകിട്ട് 3 മണിക്ക് ഭൂമിയിലെത്തുന്ന ബഹിരാകാശ സഞ്ചാരികൾ 7 ദിവസം പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയും. ഇടുക്കിയിൽ ജീപ്പ് സഫാരിക്ക് നിയന്ത്രണങ്ങളുമായി ജില്ലാ ഭരണകൂടം. ഇടുക്കിയിൽ റോഡ് ജീപ്പ് സഫാരിക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. DTPCയുടെ നേതൃത്വത്തിൽ കേന്ദ്രീകൃത ബുക്കിംഗ് നടപ്പാക്കാനാണ് നീക്കം. ജീപ്പിൽ ഡ്രൈവറെ കൂടാതെ 7 പേർക്ക് മാത്രമേ സഞ്ചരിക്കാൻ അനുമതിയുണ്ടാവുകയുള്ളൂ. ജീപ്പുകൾക്ക് GPS ട്രാക്കിംഗ് നടപ്പാക്കും. ഓഫ് റോഡ് സഫാരി രാവിലെ 4 മുതൽ വൈകിട്ട് 6 മണി വരെയാക്കി സമയം നിജപ്പെടുത്തി. റൂട്ടിന്റെ ദൂരം കണക്കാക്കി ഒരു ജീപ്പിന് ദിവസം പരമാവധി 2 യാത്രകളെ അനുവദിക്കൂ. അംഗീകൃത ഓഫ് റോഡുകളിൽ മാത്രമേ ഇനി മുതൽ സഫാരി അനുവദിക്കൂ. ഇവിടങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളെ അനുവദിക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മോർഫ് ചെയ്ത നഗ്ന ദൃശ്യങ്ങൾ കാട്ടി പണം തട്ടാൻ ശ്രമിച്ച യുവാക്കൾ പിടിയിൽ. വിദ്യാർത്ഥിനിയുടെ മോർഫ് ചെയ്ത നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച യുവാക്കൾ പിടിയിൽ. മലപ്പുറം കോട്ടപ്പുറം സ്വദേശികളായ മുഹമ്മദ് തസ്രീഫ്, മുഹമ്മദ് നാദിൽ, പുളിക്കൽ സ്വദേശി മുഹമ്മദ് ഷിഫിൻ ഖാൻ എന്നിവരാണ് പിടിയിലായത്. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ വിദ്യാർത്ഥിനിയോട് 5 ലക്ഷം രൂപ ഇവർ ആവശ്യപ്പെട്ടു. വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയാണ് പ്രതികൾ വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. പെൺകുട്ടി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി പോലീസാണ് യുവാക്കളെ പിടികൂടിയത്. പെൺകുട്ടിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച പോലീസ് പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ കൊടുക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി പിന്തുടർന്നു. സ്വർണം കൈക്കലാക്കിയ 1-ാം പ്രതിയെ പോലീസ് കൈയോടെ പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചാണ് കൂട്ടുപ്രതികളെ പിടികൂടിയത്. സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ വാഹനാപകടത്തിൽ സ്റ്റണ്ട് കലാകാരന് ദാരുണാന്ത്യം. സിനിമാ ചിത്രീകരണത്തിനിടെയുണ്ടായ വാഹനാപകടത്തിൽ സ്റ്റണ്ട് കലാകാരന് ദാരുണാന്ത്യം. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ ആര്യ നായകനായി എത്തുന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അറിയപ്പെടുന്ന സ്റ്റണ്ട് കലാകാരനായ SM രാജുവിന് അപകടം സംഭവിച്ചത്. ദുഷ്കരമായൊരു കാർ സ്റ്റണ്ട് സീനിൽ കാർ തലകീഴായി മറിയുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് തീപിടിച്ചായിരുന്നു അപകടം. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. നടൻ വിശാലാണ് നവമാധ്യമ പോസ്റ്റിലൂടെ അപകട വിവരം പുറത്തുവിട്ടത്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. പ്രശസ്ത ചലച്ചിത്ര നടി പത്മഭൂഷൺ B സരോജാദേവി അന്തരിച്ചു. പ്രശസ്ത ചലച്ചിത്ര നടി പത്മഭൂഷൺ B സരോജാദേവി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ബംഗളൂരു മല്ലേശ്വരത്തെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 1955 17ാമത്തെ വയസ്സിൽ മഹാകവി കാളിദാസ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് വന്ന സരോജാദേവി കന്നഡ, തെലുങ്ക്, തമിഴ് എന്നീ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും ഹിന്ദിയിലുമായി 200-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. 2019 പുനീത് രാജ്കുമാർ നായകനായിരുന്ന നടസാർവഭൗമ എന്ന സിനിമയിലാണ് അവസാനമായി വേഷമിട്ടത്. 1969 രാജ്യം പത്മശ്രീ ബഹുമതിയും 1995 പത്മഭൂഷൺ ബഹുമതിയും നൽകി സരോജാദേവിയെ ആദരിച്ചു. തമിഴ്നാട് സർക്കാർ കലൈമാമണി ബഹുമതിയും ബംഗളൂരു സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റും നൽകി ആദരിച്ചു. ട്രെയിനുകളിൽ സുരക്ഷയ്ക്കായി CCTV ക്യാമറകൾ വരുന്നു. ട്രെയിനുകളിൽ സുരക്ഷ മുൻനിർത്തി CCTV സ്ഥാപിക്കുന്നു. ഒരു കോച്ചിൽ 4ഉം എഞ്ചിനിൽ 6ഉം എന്ന ക്രമത്തിലാണ് ക്യാമറകൾ സ്ഥാപിക്കുക. ചുരുങ്ങിയ വെളിച്ചത്തിലും 100 കിലോമീറ്റർ വേഗതയിലും 360 ഡിഗ്രിയിലും പ്രവർത്തിക്കുന്ന ക്യാമറകളാണ് സ്ഥാപിക്കുക. ദൃശ്യങ്ങൾ AI സാങ്കേതികത ഉപയോഗിച്ചാവും പരിശോധിക്കുക. 74,000 കോച്ചുകളിലും 15,000 എഞ്ചിനുകളിലുമാവും ആദ്യഘട്ടത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുക. 3 ഇടങ്ങളിൽ
ഗവർണർമാർക്ക് മാറ്റം. 3 ഗവർണർമാർക്ക് സ്ഥാനചലനം. ഗോവയിൽ PS ശ്രീധരൻപിള്ളയ്ക്ക് പകരം അശോക് ഗജപതി രാജുവിനെയും ഹരിയാനയിൽ അശ്വിം കുമാർ ഘോഷിനെയും ലഡാക്കിൽ ലഫ്റ്റനന്റ് ഗവർണറായി കവീന്ദർ ഗുപ്തയെയുമാണ് നിയമിച്ച് വിജ്ഞാപനമായത്. കൊച്ചിയിൽ ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു. പുലർച്ചെ 3:10 നോർത്ത് പാലത്തിനും ടൗൺ ഹാളിനും സമീപമുള്ള ഉപയോഗിച്ച സെക്കൻഡ് സെയിൽ ഫർണിച്ചറുകൾ വിൽപ്പന നടത്തുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. കടയുടെ പരിസരത്ത് 3 പെട്രോൾ പമ്പുകളും 2 ഫ്ളാറ്റും വീടുമുള്ളതിനാൽ ആളുകളെ ഉടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിനാൽ ആളപായം ഒഴിവാക്കാനായി. അടിച്ചു പൂസായി ട്രാൻസ്ഫോമറിൽ കയറിയ യുവാവിന് വൈദ്യുതാഘാതമേറ്റു. തെറിച്ചു വീണ് ഗുരുതര പരിക്ക്. മദ്യലഹരിയിൽ വൈദ്യുതി ട്രാൻസ്ഫോർമറിൽ കയറിയ യുവാവിന് വൈദ്യുതാഘാതമേറ്റ് തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് 6:30 ഗുരുവായൂരിലാണ് സംഭവം. മഞ്ജുളാലിന് സമീപത്തെ ട്രാൻസ്ഫോർമറിലാണ് പ്രദേശവാസിയായ യുവാവ് കയറിയത്. അല്പസമയത്തിനകം ഇയാൾ വൈദ്യുതാഘാതമേറ്റ് തെറിച്ച് നിലത്ത് വീണു. വിവരമറിഞ്ഞ് പോലീസ് എത്തി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നും ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റി. വാഹനാപകടം. ഡയാലിസിസ് കഴിഞ്ഞ് ഓട്ടോയിൽ മടങ്ങുകയായിരുന്ന സ്ത്രീ മരിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങവേ ടെമ്പോ ഇടിച്ച് ഗുരുതരാവസ്ഥയിലായ സ്ത്രീ മരിച്ചു. തൃശൂർ മായന്നൂർ പൂളയ്ക്കൽ 64-കാരിയായ പത്മാവതിയാണ് മരിച്ചത്. പാലക്കാട് വാണിയംകുളത്ത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. പത്മാവതിക്കൊപ്പം ഓട്ടോയിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാലിയേക്കര ടോൾ പ്ലാസ മാർച്ചിൽ സംഘർഷം. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. രാവിലെ പാലിയേക്കരയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 പ്രവർത്തകർ പങ്കെടുത്തു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ പൂർത്തീകരിക്കുക, ഗതാഗത കുരുക്ക് ഒഴിവാക്കുക, ടോൾ പിരിവ് നിർത്തിവെക്കുക, MP-മാരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ടോൾ പ്ലാസ ഉപരോധിക്കുകയും നിർത്തിയിരുന്ന വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു. ഇതോടെ പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു. നിപ. പാലക്കാട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ. ചികിത്സയിൽ ഇരിക്കെ മരിച്ച മണ്ണാർക്കാട് കുമരമ്പത്തൂർ ചങ്ങലേരി സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ കണ്ടെയ്ൻമെന്റ് സോണുകൾ പാലക്കാട് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. കുമരംപുത്തൂർ പഞ്ചായത്തിലെ 8 മുതൽ 14 വരെയുള്ള വാർഡുകൾ, മണ്ണാർക്കാട് നഗരസഭയിലെ 25 മുതൽ 28 വരെയുള്ള വാർഡുകൾ, കാരാകുറുശ്ശി പഞ്ചായത്തിലെ 14 മുതൽ 16 വരെയുള്ള വാർഡുകൾ, കരിമ്പുഴ പഞ്ചായത്തിലെ 4, 6, 7 വാർഡുകൾ എന്നിവ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കാൻ പാടില്ല. വിവാഹം, മരണം തുടങ്ങിയവ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ആരോഗ്യ വകുപ്പ് അധികൃതർ എന്നിവരെ അറിയിച്ചിരിക്കണം. സ്ഥാപക ദിനം ആചരിച്ചു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ AKLWA 53ാം സ്ഥാപക ദിനത്തിൽ പാലക്കാട് ജില്ലാ ഓഫീസിന് മുന്നിൽ സംസ്ഥാന പ്രസിഡന്റ് K മുഹമ്മദ് റഫീഖ് പതാക ഉയർത്തി. ജില്ലാ ട്രഷറർ V മോഹനൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K കലാധരൻ, ജില്ലാ ട്രഷറർ V മോഹനൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് പ്രസിഡന്റ് K സേതുമാധവൻ, സെക്രട്ടറി K ഓമനക്കുട്ടൻ, ട്രഷറർ രവീന്ദ്രൻ, ഭാരവാഹികളായ പ്രഭാകരൻ, ചന്ദ്രബോസ്, യാസിർ, രതീഷ്, ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിമിഷപ്രിയയുടെ ശിക്ഷ. ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രം. നിപ. 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. പഹൽഗാമിൽ സുരക്ഷാ പാളിച്ച സംഭവിച്ചതായി തുറന്നു പറഞ്ഞ് ലഫ്റ്റനന്റ് ഗവർണർ. ജയലളിതയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശിനി രംഗത്ത്. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.